2024 നവംബർ മാസം 20 ബുധനാഴ്ച തമിഴ്നാട്ടിലെ തഞ്ചാവൂർ ജില്ലയിലെ മല്ലിപ്പട്ടണം സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് എന്നത്തെയും പോലെ 26-കാരിയായ തമിഴ് അധ്യാപിക രമണി എത്തി. അന്ന് ചെറുതായി മഴ പെയ്യുന്ന ഒരു ദിവസമായിരുന്നു. രാവിലെ 10 മണി മുതൽ 11 മണി വരെ തനിക്ക് ക്ലാസ് ഇല്ലാത്തതിനാൽ രമണി സ്റ്റാഫ് റൂമിൽ ഒറ്റയ്ക്കിരിക്കുകയായിരുന്നു. ആ സമയം 28-കാരനായ മദൻ കുമാർ എന്നയാൾ ആ സ്കൂളിനുള്ളിലേക്ക് വരുന്നു. സ്റ്റാഫ് റൂമിലുണ്ടായിരുന്ന രമണിയെ കാണുന്നു. തനിക്ക് രമണിയോട് സംസാരിക്കണം എന്നാവശ്യപ്പെട്ടു. വരാന്തയിലേക്ക് വന്ന രമണി തനിക്ക് സംസാരിക്കാൻ താല്പര്യമില്ലെന്നും ഉടൻ തന്നെ സ്കൂൾ വിട്ട് പുറത്തേക്ക് പോകണമെന്നും അയാളോട് ആവശ്യപ്പെട്ടു. ഇത് കേട്ട മദന് വല്ലാത്ത ദേഷ്യം വന്നു. തുടർന്ന് രണ്ടുപേർക്കുമിടയിൽ തർക്കമുണ്ടായി. ഒരു ഘട്ടത്തിൽ മദൻ കുമാർ ഒളിച്ചു വച്ചിരുന്ന കത്തിയെടുത്ത് രമണിയെ കഴുത്തിലും വയറിലും മുഖത്തുമായി പലയിടങ്ങളിൽ കുത്താൻ തുടങ്ങി. കുത്തേറ്റ് ബോധം നഷ്ടപ്പെട്ട രമണി താഴെ വീഴുന്നു. അടുത്ത സെക്കൻഡ് തന്നെ മദൻ അവിടെ നിന്നും ഓടി രക്ഷപ്പെട്ടു. ആരാണ് ഈ മദൻ? ഇവർക്ക് രണ്ടുപേർക്കുമിടയിൽ എന്താണ് പ്രശ്നം? സ്കൂളിൽ കയറി വന്ന് രമണിയെ കത്തികൊണ്ട് കുത്തണമെന്നുണ്ടെങ്കിൽ ഇവർക്കിടയിൽ എന്താണ് സംഭവിച്ചത്? ഒരു ദിവസത്തിന് മുൻപ് തമിഴ്നാടിനെ മുഴുവനും ഞെട്ടിപ്പിച്ച ഒരു സംഭവത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ അറിയാൻ പോകുന്നത്. വയസ്സുള്ള രമണി തഞ്ചാവൂർ മല്ലിപ്പട്ടണം എന്ന സ്ഥലത്തെ ചിന്നമനെ എന്ന ചെറിയ ഗ്രാമത്തിലുള്ളവളാണ്. രമണി മല്ലിപ്പട്ടണം ഗവൺമെന്റ് സ്കൂളിൽ തന്നെയായിരുന്നു പഠിച്ചു വളർന്നത്. അതേ സ്കൂളിൽ തന്നെ 4 മാസങ്ങൾക്ക് മുൻപ് തമിഴ് അധ്യാപികയായി ജോലിക്ക് ചേരുന്നു. 6-ാം ക്ലാസ് മുതൽ 9-ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്കായിരുന്നു അവൾ പാഠമെടുത്തുകൊണ്ടിരുന്നത്. ഇതേ ചിന്നമനെ ഗ്രാമത്തിലുള്ളയാളാണ് 28-കാരനായ മദൻ കുമാർ. ഇയാൾ ഗൾഫിൽ ജോലി ചെയ്യുകയായിരുന്നു. 15 ദിവസങ്ങൾക്ക് മുൻപ് നാട്ടിലെത്തി. എന്നാൽ 2 വർഷത്തോളമായി മദൻ കുമാറിന് രമണിയെ അറിയാം. രണ്ടുപേരും പ്രണയത്തിലായിരുന്നു. നല്ലൊരു ജോലി വാങ്ങിയതിനു ശേഷം തന്റെ പ്രണയത്തെക്കുറിച്ച് വീട്ടിൽ പറയാമെന്നായിരുന്നു രണ്ടുപേരുടെയും പദ്ധതി. അങ്ങനെയായിരുന്നു മദൻ കുമാർ ഗൾഫിലേക്ക് പോയത്. ഇപ്പോ രമണിയും ഒരു സ്കൂളിൽ അധ്യാപികയായി ജോലി ചെയ്യുന്നു. സാഹചര്യമെല്ലാം ഒത്തുവന്നപ്പോൾ മദൻ കുമാർ ഗൾഫിൽ നിന്നും നാട്ടിലേക്ക് തിരിച്ചെത്തി. തന്റെ പ്രണയം വീട്ടിൽ പറയുകയും അച്ഛൻ, അമ്മ, ബന്ധുക്കൾ എല്ലാവരെയും വിളിച്ചുകൊണ്ട് രമണിയുടെ വീട്ടിലേക്ക് പെണ്ണ് കാണാൻ പോവുകയും ചെയ്തു. എന്നാൽ രമണിയുടെ വീട്ടുകാർ മറ്റൊന്നും ചിന്തിക്കാതെ ആ ഒരു ബന്ധം വേണ്ട എന്ന് തന്നെ പറഞ്ഞു. പ്രത്യേകിച്ച് രമണിയുടെ സഹോദരൻ മദനെ ഒരിക്കലും തന്റെ ചേച്ചിക്ക് വിവാഹം കഴിപ്പിച്ചു കൊടുക്കില്ല എന്ന് തന്നെ തറപ്പിച്ചു പറഞ്ഞു. രമണി നന്നായി പഠിച്ചിട്ടുണ്ട്, ഒരു സ്കൂളിലെ അധ്യാപികയാണ്. പക്ഷെ മദൻ കുമാറിന് നല്ല വിദ്യാഭ്യാസമൊന്നുമില്ല. കൂടാതെ അയാളുടെ സ്വഭാവവും ശരിയല്ല എന്നാണ് രമണിയുടെ കുടുംബം പറയുന്നത്. അതിനാൽ ഈ പ്രണയത്തിനും വിവാഹത്തിനും ഒരിക്കലും സമ്മതിക്കില്ല എന്ന് രമണിയുടെ വീട്ടുകാർ പറഞ്ഞു. ആ സമയം തന്നെ മദൻ കുമാറിന് ഇത് വലിയ ദേഷ്യത്തിന് കാരണമായി. എന്നാൽ പിന്നീട് മദൻ കുമാർ രമണിയെ ചെന്ന് കാണുകയും എനിക്ക് നീയില്ലാതെ ഒരിക്കലും ജീവിക്കാൻ സാധിക്കില്ല, നീ വീട്ടിൽ നിന്നും ഇറങ്ങി വന്നാൽ മതി, നമുക്ക് എവിടെയെങ്കിലും ചെന്ന് വിവാഹം കഴിക്കാം, ഒരുമിച്ച് ജീവിക്കാമെന്ന് പറഞ്ഞ് അവളെ കൺവിൻസ് ചെയ്യാൻ ശ്രമിച്ചു. പക്ഷേ മാതാപിതാക്കൾക്ക് ഇഷ്ടമില്ലാത്ത ഒരു ബന്ധം തനിക്കും വേണ്ട എന്നായിരുന്നു രമണി ആ സമയം പറഞ്ഞത്. രണ്ടുപേരും പ്രണയത്തിലായിരുന്നു എന്നുണ്ടെങ്കിലും തങ്ങളുടെ ഈ പ്രണയം വീട്ടിൽ അംഗീകരിക്കാത്തത് കൊണ്ട് തനിക്കും ഈ ഒരു ബന്ധം വേണ്ട എന്ന് തന്നെ അവൾ ഉറപ്പിച്ചു. ഈ സംഭവത്തിന് ശേഷം അയാളെ കാണാനോ അയാളോട് സംസാരിക്കാനോ രമണി താല്പര്യം കാണിച്ചില്ല. അയാളെ കഴിവതും ഒഴിവാക്കാൻ ശ്രമിച്ചു. ഇത് വീണ്ടും മദൻ കുമാറിന് രമണിയോട് ദേഷ്യത്തിനും വെറുപ്പിനും കാരണമായി. ഇതിനൊരു പ്രതികാരം ചെയ്യാൻ അയാൾ കാത്തിരുന്നു. തുടർന്ന് നവംബർ മാസം 19-ാം തീയതി ചൊവ്വാഴ്ച രമണിയെ കാണാനായി രാവിലെ തന്നെ മദൻ കുമാർ സ്കൂളിലേക്ക് വരുന്നു. എന്നാൽ അന്ന് നല്ല മഴയായതുകൊണ്ട് സ്കൂളിന് അവധി നൽകിയിരുന്നു. ദുരുദ്ദേശവുമായി അന്നത്തെ ദിവസം സ്കൂളിലേക്ക് വന്ന മദൻ കുമാറിന്റെ ഉദ്ദേശം അന്ന് നടന്നില്ല. തിരികെ അയാൾ വീട്ടിലേക്ക് പോയി അടുത്ത ദിവസത്തിനായി കാത്തിരുന്നു. അങ്ങനെ 20-ാം തീയതി ബുധനാഴ്ച വീണ്ടും അയാൾ രാവിലെ തന്നെ സ്കൂളിലേക്ക് വന്നു. അന്ന് പതിവ് പോലെ രമണിയും സ്കൂളിൽ വന്നു. അന്നത്തെ ദിവസം 10 മുതൽ 11 മണി വരെ രമണിക്ക് ക്ലാസ് ഇല്ലാത്തതുകൊണ്ട് സ്റ്റാഫ് റൂമിൽ ഒറ്റയ്ക്കിരിക്കുകയായിരുന്നു. അപ്പോഴായിരുന്നു മെയിൻ ഗേറ്റ് കടന്ന് മദൻ കുമാർ സ്കൂളിനുള്ളിലേക്ക് വന്നു. സ്റ്റാഫ് റൂമിൽ രമണി ഇരിക്കുന്നതും അയാൾ കണ്ടു. വരാന്തയിൽ വന്നു നിന്ന് രമണിയോട് സംസാരിക്കണം എന്നാവശ്യപ്പെട്ടു. സ്റ്റാഫ് റൂമിൽ നിന്നും ഇറങ്ങി വരാന്തയിലേക്ക് വന്ന രമണി തനിക്ക് സംസാരിക്കാൻ താല്പര്യം ഇല്ല എന്ന് തന്നെ മദൻ കുമാറിനോട് പറഞ്ഞു. എന്നാൽ അപ്പോഴും തന്നെ വിവാഹം കഴിക്കണമെന്നും തന്നോടൊപ്പം ഇറങ്ങി വരണമെന്നും
പഴയതുപോലെ തന്നെ വീണ്ടും അയാൾ സംസാരിക്കാൻ തുടങ്ങി. വീട്ടുകാർക്ക് ഇഷ്ടമില്ലാത്ത ബന്ധത്തിന് തനിക്കിന് താല്പര്യം ഇല്ല എന്നും ഈ ഉദ്ദേശത്തോടു കൂടി തന്നോടിനെ സംസാരിക്കാൻ വരണ്ട എന്നും വീണ്ടും രമണി പറഞ്ഞത് തന്നെ പറഞ്ഞുകൊണ്ടേയിരുന്നു. പെട്ടെന്ന് തന്നെ ഈ സ്കൂളിൽ നിന്നും പുറത്തേക്ക് പോകാനും അയാളോട് ആവശ്യപ്പെട്ടു. അയാൾ പോകാൻ തയ്യാറായില്ല. വീണ്ടും വീണ്ടും രമണിയോട് സംസാരിക്കാൻ തുടങ്ങി. തന്നെ വിവാഹം കഴിക്കണമെന്ന് അപേക്ഷിക്കാൻ തുടങ്ങി. വീണ്ടും വീണ്ടും തനിക്ക് താല്പര്യമേ ഇല്ല എന്ന് പറയുന്നത് കേട്ടതും ദേഷ്യം വന്ന മദൻകുമാർ ഒളിപ്പിച്ചു വച്ചിരുന്ന കത്തിയെടുത്ത് രമണിയുടെ കഴുത്തിൽ തന്നെ പല തവണ കുത്താൻ തുടങ്ങി. തുടർന്ന് കഴുത്തിലും നെഞ്ചിലും വയറിലുമായി പല ഭാഗങ്ങളിൽ കുത്തി. അധ്യാപികയായ രമണി വേദന സഹിക്കാനാകാതെ നിലവിളിക്കാൻ തുടങ്ങി. ഈ ശബ്ദം കേട്ട് തൊട്ടടുത്ത ക്ലാസ്സിലെ അധ്യാപകരും വിദ്യാർത്ഥികളുമെല്ലാം ഓടിക്കൂടി. കുത്തേറ്റ രമണി ബോധം നഷ്ടപ്പെട്ട് താഴെ വീണു. അടുത്ത സെക്കൻഡ് തന്നെ മദൻകുമാർ അവിടെ നിന്നും ഓടി രക്ഷപ്പെട്ടു. ഒരുപാട് കുട്ടികളും അധ്യാപകരും ഈ ഒരു സംഭവത്തിന്റെ സാക്ഷിയായി. പെട്ടെന്ന് തന്നെ ആംബുലൻസിനെ വിളിച്ചു. ആ സമയം നല്ല മഴയുണ്ടായിരുന്നു. ആ മഴയത്തും കുട്ടികളും അധ്യാപകരും രമണിയെ ചുമന്നുകൊണ്ട് ആംബുലൻസിൽ കയറ്റി. എന്നാൽ നിർഭാഗ്യവശാൽ ആശുപത്രിയിൽ പോകുന്ന വഴിമധ്യേ രമണി ആംബുലൻസിനുള്ളിൽ വെച്ച് തന്നെ മരിച്ചു. ഈ സംഭവത്തിന് സാക്ഷിയായ 40-50ഓളം വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും അവരുടെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാകാത്ത ഒരു അനുഭവമാണ് മദൻ അവർക്ക് സമ്മാനിച്ചത്. പെട്ടെന്ന് ഈ ഒരു സംഭവം കാട്ടുതീ പോലെ പടരാൻ തുടങ്ങി. പോലീസിനെ വിവരമറിയിച്ച് അടുത്ത അരമണിക്കൂറിൽ മദൻകുമാറിനെ പോലീസ് അറസ്റ്റും ചെയ്തു. എന്നാൽ സർക്കാർ സ്കൂളിൽ പഠിപ്പിക്കുന്ന ഒരു അധ്യാപികയെ ആ സ്കൂളിനുള്ളിൽ തന്നെ കയറി ഒരാൾ കുത്തി കൊന്നു എന്ന സംഭവം തഞ്ചാവൂർ എന്നല്ല തമിഴ്നാട് മുഴുവനും വലിയ ചർച്ചാ വിഷയമായി. എത്ര തന്നെ ഇത് പേഴ്സണൽ ആയാലും പ്രണയകാര്യമായിരുന്നാലും ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിൽ അധ്യാപകർക്ക് ഏത് രീതിയിലുള്ള സംരക്ഷണമാണ് നൽകുന്നത് എന്ന ചോദ്യം ഉയർന്നു വന്നു. സ്കൂളിനുള്ളിലേക്ക് ഒരാൾ കടന്നു വന്നുവെങ്കിൽ ഗേറ്റിനടുത്ത് ആരും ഇല്ലായിരുന്നോ? സെക്യൂരിറ്റി ഇല്ലായിരുന്നോ? അകത്തേക്ക് അയാൾ എങ്ങനെയാണ് പ്രവേശിച്ചത്? അങ്ങനെ ആര് വന്നാലും അകത്തേക്ക് കയറ്റി വിടുമോ എന്നുള്ള ചോദ്യമെല്ലാം ജനങ്ങൾക്കിടയിൽ വരാൻ തുടങ്ങി. ഇനി അകത്തേക്ക് വന്ന ആ മനുഷ്യൻ സ്റ്റാഫ് റൂം എവിടെയാണെന്ന് ശരിയായി കണ്ടുപിടിക്കുകയും അകത്തുണ്ടായിരുന്ന അധ്യാപകയെ പുറത്തേക്ക് വിളിച്ചു വരുത്തി സംസാരിച്ച് കുത്തിക്കൊല്ലുകയും തിരിച്ചു രക്ഷപ്പെട്ടു പോവുകയും ചെയ്തു. അപ്പോ അത്രത്തോളം നിസ്സാരമായി മാറിയിരിക്കുകയാണോ അവിടെയുള്ള സുരക്ഷ? അങ്ങനെയാണെങ്കിൽ അവിടെയുള്ളവർ എന്താണ് ചെയ്യുന്നത്? അധ്യാപകർക്ക് ഈ അവസ്ഥയാണെങ്കിൽ അവിടെയുള്ള വിദ്യാർത്ഥികളുടെ അവസ്ഥ പറയേണ്ടതുണ്ടോ? ഇങ്ങനെയുള്ള പല ചോദ്യങ്ങൾ സോഷ്യൽ മീഡിയ മുഴുവനും ചോദിക്കാൻ തുടങ്ങി. ഗേറ്റ് തുറന്നിരുന്നതിനാലും വാച്ച്മാൻ ഇല്ലാത്തതിനാലും പുറത്തുനിന്ന് സ്റ്റാഫ് റൂമിലേക്ക് എളുപ്പം പ്രവേശിക്കാൻ കഴിഞ്ഞുവെന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ പറഞ്ഞത്. എങ്കിലും ഇത്രയും ക്രൂരമായ രീതിയിൽ ഒരു സർക്കാർ അധ്യാപികയെ 100 കണക്കിന് കുട്ടികൾ പഠിക്കുന്ന ഒരു സ്കൂളിൽ വെച്ച് 50-ൽ കൂടുതൽ അധ്യാപകർ ഉള്ള ആ ഒരു സ്ഥലത്ത് വെച്ച് വളരെ ധൈര്യത്തോടു കൂടി തന്നെ വന്ന് അധ്യാപികയെ കഴുത്തറുത്തു കൊല്ലുന്നു. ഈ ധൈര്യം അയാൾക്ക് എവിടെ നിന്നാണ് ലഭിച്ചത്? രണ്ടുപേർക്കും ഒരുപക്ഷെ പ്രണയം ഉണ്ടായിരുന്നിരിക്കാം. ഇതിനിടയിൽ മറ്റ് പല പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കാം. ഒരു സ്കൂളിനുള്ളിൽ കടന്നു വന്ന അധ്യാപികയെ കൊല്ലാൻ കഴിയും എന്നുള്ള ധൈര്യം അയാൾക്ക് ആരാണ് നൽകിയത്? തീർച്ചയായും അത് നമ്മുടെ നിയമം തന്നെയല്ലേ? ഇപ്പോഴാണ് സ്കൂളിൽ ഒരു വാച്ച്മാനെ നിയമിക്കുമെന്ന് ആ സ്കൂൾ അധികൃതർ പറഞ്ഞത്. ഇതിനു മുൻപ് അവർക്ക് ഇത് ഓർമ്മയില്ലായിരുന്നോ? ഇങ്ങനെ എന്തെങ്കിലും സംഭവം നടക്കുന്നതുവരെ എല്ലാവരും കാഴ്ചക്കാരായി നോക്കി നിൽക്കുമോ? സംഭവം നടന്നതിനു ശേഷം മാത്രമേ പ്രതികരിക്കുകയുള്ളൂ. ഈയിടെയായി ഗവൺമെന്റ് സെക്ടറിൽ ജോലി ചെയ്യുന്ന ഒരുപാട് പേരുടെ മരണത്തിന് നമ്മൾ എല്ലാവരും സാക്ഷിയാവുകയാണ്. കൊൽക്കത്ത ഡോക്ടർ കേസ് നമ്മൾ ആരും മറന്നിട്ടുണ്ടാകില്ല. ആ ഒരു കേസ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ അതിനുശേഷം പോലും എത്രയെത്ര സംഭവങ്ങളാണ് നടന്നത്. ഒരാഴ്ചയ്ക്ക് മുൻപ് പോലും തമിഴ്നാട്ടിൽ ഇതുപോലെ ഒരു സർക്കാർ ആശുപത്രിയിൽ ജോലി ചെയ്യുന്ന ഡോക്ടർക്ക് നേരെ തന്നെ ഇതുപോലെ ഒരു കൊലപാതക ശ്രമം ഉണ്ടായി. അതും ആശുപത്രിക്കുള്ളിൽ കയറി കൊല്ലാൻ ശ്രമിച്ചു. എന്തിന്? 2 ദിവസം മുൻപ് പോലും കോടതി വളാകത്തിനുള്ളിൽ കയറി ഒരു വക്കീലിനെ വെട്ടിക്കൊന്ന സംഭവം, അതും ഇതേ തമിഴ്നാട്ടിൽ. അങ്ങനെയാണെങ്കിൽ ഈ സർക്കാർ മേഖലയിൽ ജോലി ചെയ്യുന്ന ആർക്കും സംരക്ഷണം ഇല്ലേ എന്ന ഒരു ചോദ്യമാണ് പലരും ചോദിക്കുന്നത്. ഇനി ഈ ഒരു സംഭവത്തിലേക്ക് തന്നെ വരാം. +2 വരെ പഠിപ്പിക്കുന്ന ഒരു സ്കൂൾ. അവിടെ എന്തായാലും കുട്ടികൾ വരുന്നത് പോകുന്നത് നിരീക്ഷിക്കാനും മറ്റാരെങ്കിലും വരുന്നുണ്ടോ എന്നുള്ളത് നിരീക്ഷിക്കാനും തീർച്ചയായും ഒരു സെക്യൂരിറ്റി അത്യാവശ്യമാണ്. എന്നാൽ അങ്ങനെ ഒന്നില്ലായിരുന്നു. കുറഞ്ഞപക്ഷം ഒരു CCTV എങ്കിലും ഉണ്ടാകണം. അതും ഇല്ല. അപ്പോ പിന്നെ എങ്ങനെയാണ് ഇവരെ വിശ്വസിച്ച് ജനങ്ങൾ അവരുടെ മക്കളെ പഠിപ്പിക്കാനായി സ്കൂളുകളിലേക്ക് അയക്കുക? ഒരു ഭാഗത്ത് ഗവൺമെന്റ് സ്കൂളിന്റെ ഓട് ഇടിഞ്ഞു പൊളിഞ്ഞു വീണ് അത് കുട്ടികൾക്ക് മുകളിൽ തന്നെ വീഴുന്നു. മറ്റൊരു വശത്ത് അവിടെ പഠിപ്പിക്കുന്ന അധ്യാപകർക്ക് തന്നെ സുരക്ഷയില്ല.
വിദ്യാർത്ഥികൾ അധ്യാപകരെ മർദ്ദിക്കുന്നു, അധ്യാപകർ വിദ്യാർത്ഥികളെ മർദ്ദിക്കുന്നു. സർക്കാർ സ്കൂളിന് അടുത്ത് തന്നെ മയക്കുമരുന്ന്, മദ്യപാനം, ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ നമുക്ക് പറഞ്ഞുകൊണ്ടേ പോകാം. ഈ ഒരു സ്കൂളിനെ മാത്രം അല്ല പറയുന്നത്, പല സ്കൂളുകളിലും ഇത് തന്നെയാണ് പ്രശ്നം. തെറ്റ് ചെയ്യുന്നവർക്ക് ഉടനടി അവർ ചെയ്യുന്ന തെറ്റിനനുസരിച്ചുള്ള ശിക്ഷ അപ്പോ നൽകാൻ കഴിവുള്ള ഒരു നിയമവ്യവസ്ഥയാണ് നമ്മുടേത് എങ്കിൽ ആർക്കാണ് ചൂണ്ടുവിരൽ പൊക്കാൻ സാധിക്കുക? ഇനി ഇഷ്ടപ്പെട്ട ഒരു പെൺകുട്ടിയെ, പ്രണയിച്ച ഒരു പെൺകുട്ടി, വിവാഹം കഴിക്കണം എന്നാഗ്രഹിച്ച ഒരു പെൺകുട്ടിയെ കുത്തിക്കൊല്ലാനുള്ള ധൈര്യവും ആ ഒരു ചിന്തയും എങ്ങനെയാണ് വരുന്നത്? അതെങ്ങനെ യഥാർത്ഥ പ്രണയമാകും? അതെങ്ങനെ ഒരു സ്നേഹമായി മാറും? തനിക്ക് ലഭിക്കാത്ത ഒന്ന് ആർക്കും ലഭിക്കാൻ പാടില്ല എന്ന ചിന്ത, അവളിനി ഒരിക്കലും ഈ ലോകത്തിൽ ഉണ്ടാകാനേ പാടില്ല എന്ന് ചിന്തിക്കുന്ന ഭ്രാന്തന്മാരെ എങ്ങനെയാണ് ഈ നിയമം വെറുതെ വിടുന്നത്? കൊലപാതകം എന്നൊക്കെ പറയുമ്പോൾ ഇന്നത്തെ കാലത്ത് സർവ്വസാധാരണമായി മാറിയിരിക്കുകയാണ്. അതും സർക്കാർ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്ന ഏതൊരാൾക്കും സംരക്ഷണം ഇല്ലാത്ത ഒരവസ്ഥയിലേക്കാണ് നമ്മുടെ നിയമവും നാടും പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് തമിഴ്നാട്ടിലെ മാത്രം കാര്യമല്ല പറയുന്നത്, കേരളത്തിലും ഇതേ അവസ്ഥ തന്നെയാണ്. പറഞ്ഞു വന്നാൽ ഇന്ത്യയിലുടനീളം. ഈ കേസിലെ പ്രധാന കുറ്റവാളിയായ മദൻകുമാറിനെ അറസ്റ്റ് ചെയ്ത് അയാൾ കുറ്റം സമ്മതിച്ചു. എന്നാലും അന്വേഷണം ഇപ്പോഴും നടക്കുന്നുണ്ട്. ഇതിന് പുറകിൽ മറ്റേതെങ്കിലും കാരണം ഉണ്ടോ എന്നറിയാനുള്ള അന്വേഷണങ്ങൾ നടക്കുന്നുണ്ട്. എങ്ങനെയായാലും അവസാനം അയാൾ അർഹിക്കുന്ന ശിക്ഷ, നിയമം അനുശാസിക്കുന്ന പരമാവധി ശിക്ഷ തന്നെ കോടതി അയാൾക്ക് നൽകണം. അതും എത്രയും പെട്ടെന്ന് തന്നെ നൽകണം. ഈ ഒരു കേസിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ്? മദൻകുമാറിന് എന്ത് ശിക്ഷ ലഭിക്കണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്? നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ പറയുക.